എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ തുടങ്ങി വച്ചിരുന്നു അല്ലേ? പ്ലാനിങ് എന്താണ്, അതുപോലെ പിന്നെ ആദ്യ കാലഘട്ടത്തിലെ പ്ലാനിങ്ങുകൾ ഏതൊക്കെയാണ്, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ് പ്ലാനിങ്ങിന് വേണ്ടി ഇക്കണോമിക് പ്ലാനിങ്ങിൽ എന്തൊക്കെ അറ്റംപ്റ്റ്സ് ആണ് ഇന്ത്യയിൽ നടന്നത് എന്നൊക്കെ പഠിച്ചു. നമ്മൾ ബോംബെ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, അതുപോലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനെക്കുറിച്ച്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന 5 ഇയർ പ്ലാൻസിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ 12th 5 ഇയർ, ഫസ്റ്റ് ടു 12 5 ഇയർ പ്ലാൻ വരെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഇൻസിഡൻസുകൾ, പ്രോജക്റ്റുകൾ, അപ്പോൾ അതുപോലെ പിന്നെ ഇതിന് മുൻകൈയെടുത്ത ആളുകളുടെ പേരുകൾ, ഇക്കോണമിസ്റ്റുകളുടെ പേരുകൾ, ആ കാലഘട്ടത്തിലെ പ്രൈം മിനിസ്റ്റേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ, അതുപോലെ ടാർജറ്റ്, അന്നത്തെ ടാർജറ്റുകൾ, ഗ്രോത്ത് റേറ്റുകൾ, ഇതിനെക്കുറിച്ച് പിന്നെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട മേഖലയാണിതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നോക്കാം. ഓക്കെ, 5 ഇയർ പ്ലാൻസ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നാണ് ഇന്ത്യയുടെ ആദ്യ 5 ഇയർ പ്ലാൻ നിലവിൽ വന്നത്. 1951 അറിയാമല്ലോ, 1951 ആദ്യത്തെ 5 ഇയർ പ്ലാൻ ഫോമുലേറ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1951. പ്ലാനിംഗ് കമ്മീഷൻ 1950 വന്നു, 51 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. വർഷം തിരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഇന്ത്യ അഡോപ്റ്റഡ് 5 ഇയർ പ്ലാനിംഗ് മോഡൽ ഫ്രം ദ സോവിയറ്റ് യൂണിയൻ. എവിടെ നിന്നാണ് ഇന്ത്യ 5 ഇയർ പ്ലാൻ മോഡൽ അഡോപ്റ്റ് ചെയ്തത്? ഇന്ത്യ അഡോപ്റ്റഡ് ദ 5 ഇയർ പ്ലാൻ മോഡൽ ഫ്രം ദ സോവിയറ്റ് യൂണിയൻ. എവിടെ നിന്നാണ്ടേ? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ 5 ഇയർ പ്ലാനിംഗ് മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോവിയറ്റ് യൂണിയൻ, അതായത് പഴയ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ 5 ഇയർ പ്ലാൻസ് എന്ന മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം ലോകത്ത് ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഏതെയാണ്? റഷ്യയാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനാണ്. അവിടെ നിന്നാണ് നമ്മൾ 5 ഇയർ പ്ലാൻസ് എന്ന കോൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനാണ്, പോയിൻ്റാണ്. നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലേക്ക് പോവുകയാണ്. അതിൻ്റെ പീരീഡ് 1951 to 56. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ പീരീഡ് എന്നാണ്? 51 to 56. 51 സ്റ്റാർട്ട് ചെയ്തു, അവസാനിക്കുന്ന 56 5 വർഷക്കാലയളവ് അല്ലേ? നോക്ക്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തിലാണ് ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? എന്തിലാണ് ശ്രദ്ധിച്ചത്? അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ഫുഡ് സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിലും ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലുമാണ് ഏത് ഫോക്കസ് ചെയ്തത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്. അതുപോലെ ഇറിഗേഷൻ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കൂടെ ഓർക്കുക ഇറിഗേഷനും ഉണ്ട് കേട്ടോ. ഇറിഗേഷൻ ജലസേചനം, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇറിഗേഷൻ ജലസേചനം, ഇതിനാണ് ഏത് പ്രാധാന്യം കൊടുത്തത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പ്രാധാന്യം കൊടുത്തു. അതിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന്, അതുപോലെ ഇറിഗേഷന്, അല്ലെങ്കിൽ ഫുഡ് സെൽഫ് സഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുത്ത 5 ഇയർ പ്ലാൻ ഏതാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. നോക്ക്, എയിംഡ് അറ്റ് 2.1% GDP ഗ്രോത്ത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എയിംഡ് അറ്റ് 2.1 GDP ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ലക്ഷ്യം വെച്ച് എത്രയാണ്? 2.1% GDP ഗ്രോത്ത് റേറ്റ് ആണ് അതിൻ്റെ ലക്ഷ്യം, അതായിരുന്നു അതിൻ്റെ ടാർഗറ്റ്. പക്ഷേ ആൻഡ് അച്ചീവ്ഡ് 3.6 ഗ്രോത്ത് റേറ്റ്. എന്നാൽ അവിടെയൊക്കെ പ്രതീക്ഷകളെല്ലാം കടത്തിക്കൊണ്ട് 3.6 ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് സാധിച്ചു. അതിപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5 ഇയർ പ്ലാൻ തന്നെയായിരുന്നു ഏത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് ഉണ്ടായത്? നോക്ക്, പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇറിഗേഷൻ പ്രോജക്ട്സ് ആണ്. ഈ കാലഘട്ടം അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, ജലസേചന പദ്ധതികൾ കൊണ്ടുവന്നു ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ. ഏതൊക്കെയാണ്? ഭക്ര അല്ലേ, ഭക്രാനങ്കൽ പ്രോജക്റ്റ്, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം ആൻഡ് ദാമോദർ വാലി ഡാംസ്. ഇങ്ങനെയുള്ള ഡാമുകൾ നിർമ്മിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? പ്രത്യേകിച്ച് ഇറിഗേഷൻ പ്രോജക്റ്റുകൾക്ക് വേണ്ടി. പിന്നീട് അതെന്താണ്, പവർ പ്രോജക്റ്റുകളൊക്കെ ആക്കിയിട്ട് ചിലതൊക്കെ മാറ്റിയിട്ടുണ്ട്. എങ്കിലും തുടക്കത്തിൽ കൊണ്ടുവന്ന ഇറിഗേഷൻ പ്രോജക്റ്റുകളായിട്ടാണ് കൊണ്ടുവന്നത്. കാർഷിക വികസനത്തിന് വേണ്ടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഭക്ര, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം, ദാമോദർ വാലി ഡാംസുകളൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണ്? പിന്നെ ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, സെറ്റപ്പ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. ഈ കാലഘട്ടത്തിലാണ് UGC നിലവിൽ വരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1953.
1953 എന്ത് വരുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, UGC നിലവിൽ വരുന്ന UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, 1953, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ KN രാജ്. ഈ ഫസ്റ്റ് 5-year പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത്, എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? KN രാജാണ്. ഫസ്റ്റ് 5-year പ്ലാൻ അത് ഫോർമുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തത് KN രാജാണ്. KN രാജ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ KN രാജ്. ഇനി the first 5-year plan is also known as Harrod-Domer model. First 5-year plan is also known as Harrod-Domer model. Previous question ആണ്. First 5-year plan is also known as Harrod-Domer model. First 5-year plan എന്തെന്ന് വിളിക്കുന്നു? Harrod-Domer model. കാരണം ഹാരോഡും ഡോമറും രണ്ട് ഇക്കോണമിസ്റ്റുകളാണ്. ഇവരുടെ ഗ്രോത്ത് മോഡൽസ്, ഗ്രോത്ത് തിയറീസ് ഉണ്ട്. ആ തിയറിയുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് 5-year പ്ലാൻ, കാരണം അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഹാരോഡ്-ഡോമർ മോഡൽ പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് 5-year പ്ലാൻ മോൾഡ് ചെയ്തത്. ദാറ്റ് ഈസ് വൈ ഫസ്റ്റ് 5-year പ്ലാൻ ഈസ് ആൾസോ കാൾഡ് ഹാരോഡ്-ഡോമർ മോഡൽ. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്ക്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാൻ 5 IITs വെയർ സെറ്റപ്പ്, അല്ലേ? 5 IITs വെയർ സെറ്റപ്പ്, GDP ആൻഡ് CDP ആൻഡ് ഫാമിലി പ്ലാനിങ്. അപ്പോൾ നോക്ക്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാൻസ് 5 IITs വെയർ സെറ്റപ്പ്. ഇന്ത്യയിൽ എന്താണ്? 5 IITകൾ സ്ഥാപിതമായി. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ്റെ അവസാനത്തോടുകൂടി ഇന്ത്യയിൽ എത്ര IITകൾ സ്ഥാപിതമായി? 5 IITകൾ സ്ഥാപിതമായി. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നമ്മുടെ വികസനത്തിന് വേണ്ടി, സാമൂഹിക വികസനത്തിന് വേണ്ടി, സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു പ്രോഗ്രാമാണ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതുപോലെ ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഈ കാലഘട്ടത്തിലാണ്. കുടുംബാസൂത്രണം അല്ലെ, ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി ഫാമിലി പ്ലാനിങ്. അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സാമൂഹിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആരംഭിക്കപ്പെട്ടത് ഏത് 5-year പ്ലാൻ പീരീഡിലാണ്? ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡിലാണ്. ഓക്കെ ആണല്ലോ? ഇത്രയുമാണ് ഫസ്റ്റ് 5-year പ്ലാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ വർഷം, അതിൻ്റെ കാലഘട്ടം, അത് ഡ്രാഫ്റ്റ് ചെയ്ത ആൾ, അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട അച്ചീവ്മെൻറ്റ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിലൊക്കെയാണ് അത് ഫോക്കസ് ചെയ്തത്, ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് 5-year പ്ലാൻസ്. അപ്പോൾ ഇതിനപ്പുറം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. കേട്ടല്ലോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. സെക്കൻഡ് 5-year പ്ലാൻ, അതിൻ്റെ പീരീഡ് 1956 to 61, 56 മുതൽ 61 വരെയാണ് സെക്കൻഡ് 5-year പ്ലാൻ. നോക്കിയേ, ദ പ്ലാൻ എയിംഡ് ഫോർ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ഇറിഗേഷൻ പ്രോജക്റ്റുകളിൽ, അതുപോലെ ഫുഡ് സെൽഫ് സഫിഷ്യൻസിയിലായിരുന്നെങ്കിൽ ദ സെക്കൻഡ് 5-year പ്ലാൻ എയിംഡ് ഫോർ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. വളരെ വേഗത്തിലുള്ള വ്യവസായവൽക്കരണത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള 5-year പ്ലാൻ ആയിരുന്നു ഏത്? സെക്കൻഡ് 5-year പ്ലാൻ. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാന്റെ ഫോക്കസ് എന്തായിരുന്നത്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഇനി ദിസ് പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദ മഹലനോബിസ് മോഡൽ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 5-year പ്ലാൻ ഹാരോഡ്-ഡോമർ മോഡൽ ആയിരുന്നെങ്കിൽ സെക്കൻഡ് 5-year പ്ലാൻ മോഡൽ ആരെ ബേസ് ചെയ്തിരിക്കുന്നു? മഹലനോബിസ് മോഡൽ. എന്ന് വെച്ചാൽ ഇത് പ്രിപ്പയർ ചെയ്ത ആരാണ്? PC മഹലനോബിസ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അനുസരിച്ചിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? PC മഹലനോബിസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിലാണ് ഇത് ഫോം ചെയ്തത്. അതുകൊണ്ട് ദാറ്റ് ഈസ് വൈ സെക്കൻഡ് 5-year പ്ലാൻ ഈസ് കാൾഡ് മഹലനോബിസ് മോഡൽ. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? മഹലനോബിസ് മോഡൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മഹലനോബിസ് മോഡൽ. ഇനി എന്താണ് സെക്കൻഡ് 5-year പ്ലാൻസിൻ്റെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, അറ്റോമിക് എനർജി കമ്മീഷൻ, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1958. ഈ പ്ലാൻ പീരീഡിലാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്യപ്പെടുന്നത്. ഇൻ 1958, 1958 അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്യപ്പെടുന്നു. ഇനി ദ പ്ലാൻ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റീൽ പ്ലാന്റ് സെറ്റ്. കാരണം വ്യാവസായിക പുരോഗതിക്കാണ് നിലവിൽ വന്നത്. അറിയാലോ, വ്യാവസായിക പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് ഏത്? സ്റ്റീൽ പ്ലാന്റുകൾ എന്ന് പറയുന്നത്, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് പ്ലാൻ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റീൽ പ്ലാന്റ്സ്, സ്റ്റീൽ പ്ലാന്റുകൾ, ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിതമായി സെക്കൻഡ് 5-year പ്ലാൻ പീരീഡ്. ഏതൊക്കെയാണ്?
ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇരുമ്പുരുക്ക് ശാലകൾ രൂപീകൃതമായി. വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അത് ഇന്ത്യയുടെ മാത്രം, കാരണം ഇന്ത്യ ആ നിലയിൽ അന്നത്തെ ടെക്നോളജിയും അതുപോലെ സാമ്പത്തിക ശേഷിയൊന്നും വികസിതമായിട്ടില്ല. അതുകൊണ്ട് മറ്റ് വികസിത രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്, സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്താരംഭിക്കുന്നത്, ദുർഗാപൂരിലും ഭിലായിലും റൂർക്കേലയിലൊക്കെ എന്താരംഭിക്കുന്നത്, സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിക്കുന്നത്. അത് ആരുടെയൊക്കെ ഹെൽപ്പോടുകൂടി USSR, UK, അതുപോലെ വെസ്റ്റ് ജർമ്മനി, അന്ന് ജർമ്മനി ഏകീകരിക്കപ്പെട്ടിട്ടില്ല, അന്ന് വെസ്റ്റ് ജർമ്മനിയാണ്. അപ്പോൾ USSR, UK, വെസ്റ്റ് ജർമ്മനി അല്ലെങ്കിൽ ജർമ്മനി, ഇവരുടെയൊക്കെ ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ എന്താരംഭിക്കുന്നത്, സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ സ്റ്റീൽ പ്ലാന്റുകൾ ഇന്ത്യയിൽ ആരംഭിക്കപ്പെട്ടു. ക്ലിയർ അല്ലേ? അത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇനി ദ പ്ലാൻ എയിംഡ് അറ്റ് 4.5% ആനുവൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ 3.6 നമ്മൾ അച്ചീവ് ചെയ്തു, നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പുറത്തായിരുന്നു ഗ്രോത്ത് റേറ്റ് എങ്കിൽ. അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ നമ്മൾ കുറച്ചുകൂടി ടാർഗറ്റ് വർദ്ധിപ്പിച്ചു. 4.5 ആണ് നമ്മൾ എയിം ചെയ്ത ആനുവൽ ഗ്രോത്ത് റേറ്റ്. വാർഷിക വളർച്ചാ നിരക്ക് 4.5 ആയിരുന്നെങ്കിൽ, ബട്ട് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് അച്ചീവ്ഡ് 4.27%. അപ്പോൾ നമ്മൾ 4.5 ആണ് നമ്മൾ എയിം ചെയ്തതെങ്കിൽ, പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്തത് എന്താണ്, കുറച്ചുകൂടി കുറവാണ്. 4.27 മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഗ്രോത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? എടുത്തു പറയത്തക്ക വളർച്ചയൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. ഇനി നമ്മൾ തേർഡ് 5 ഇയർ പ്ലാനിലേക്ക് പോകുന്നു. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലായല്ലോ. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ അച്ചീവ്മെൻറ്റ്സ്, അറ്റോമിക് എനർജി കമ്മീഷൻ, അതുപോലെ സ്റ്റീൽ പ്ലാന്റ്സുകൾ ദുർഗാപൂരിൽ, ഭിലായിൽ, റൂർക്കേലയിൽ, അതുപോലെ അതിൻ്റെ ടാർഗറ്റ് 4.5% ആയിരുന്നു. അതുപോലെ ഗ്രോത്ത് റേറ്റ് എത്ര, 4.27% ആണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതുപോലെ PC മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് 5 ഇയർ പ്ലാനിലേക്ക് പോകാം. നോക്കിയേ, തേർഡ് 5 ഇയർ പ്ലാൻ ഫ്രം 1961 to 66, 1961 മുതൽ 66 വരെയാണ് തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? ഫസ്റ്റ് 51-56, സെക്കൻഡ് 56-61, തേർഡ് 61-66. നോക്ക്, ദ പ്രൈമറി ഗോൾ വാസ് ടു എസ്റ്റാബ്ലിഷ് എ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് 5 ഇയർ പ്ലാന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി. എല്ലാത്തിൻ്റെയും ഫോക്കസ് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒബ്ജക്റ്റീവ് പഠിച്ചു വച്ചേക്കണം. ഓരോ പദ്ധതിക്കും ഓരോ പ്രത്യേക മേഖല, ഒരു പർട്ടിക്കുലർ മേഖലയുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ദ പ്രൈമറി ഗോൾ വാസ് ടു എസ്റ്റാബ്ലിഷ് എ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി, അല്ലെ? സ്വയം പര്യാപ്തമായിട്ടുള്ള, അല്ലെ, സ്വാശ്രയത്വപരമായിട്ടുള്ള ഇക്കോണമി, സെൽഫ് ജനറേറ്റിംഗ് ആൻഡ് സെൽഫ് റിലയന്റ് ഇക്കോണമി സൃഷ്ടിക്കുകയാണ് തേർഡ് 5 ഇയർ പ്ലാന്റെ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. The third 5 year plan is also known as Gadgil Yojana. Previous question. Third 5 year plan എന്തെന്ന് വിളിക്കുന്നു? Gadgil Yojana എന്ന് വിളിക്കുന്നു. Gadgil Yojana. Gadgil എന്ന അദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഫോർവേഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ്, അദ്ദേഹത്തിൻ്റെ തിയറീസ് അനുസരിച്ചിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? Gadgil യോജന എന്ന് വിളിക്കുന്നത് തേർഡ് 5 ഇയർ പ്ലാനെയാണ്. തേർഡ് 5 ഇയർ പ്ലാൻ ഗാഡ്ഗിൽ പദ്ധതി എന്നറിയപ്പെടുന്നു. ദ പ്ലാൻ ഫേസ്ഡ് സിവിയർ ചലഞ്ചസ് ഫ്രം ദ എക്സ്റ്റേണൽ അഗ്രഷൻ. അപ്പോൾ ഈ പദ്ധതി മറ്റു പദ്ധതികളെ പോലെയല്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചില ഫ്ലക്ച്വേഷൻസ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാകുന്നുണ്ട്, ചില ക്രൈസിസുകൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായി. അതിന് കാരണം എന്താണ്? ദ പ്ലാൻ ഫേസ്ഡ് സിവിയർ ചലഞ്ചസ്. ഈ പ്ലാൻ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണ്? ചലഞ്ചസ് ഫ്രം ദ എക്സ്റ്റേണൽ അഗ്രഷൻ. ഇന്ത്യയിൽ വിദേശാക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ചൈന വാർ 1962, അതിനുശേഷം ഇന്ത്യ പാക് വാർ, അതൊക്കെ ഉണ്ടാകുന്ന, ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാക് വാറൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു പദ്ധതിയായിരുന്നു തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നോക്ക്, ആസ് എ റിസൾട്ട് ഗവൺമെന്റ് ഡിസൈഡഡ് ടു പോസ് ദ റെഗുലർ 5 ഇയർ പ്ലാനിംഗ് പ്രോസസ് ആൻഡ് ഇൻസ്റ്റഡ് ഇംപ്ലിമെന്റഡ് 3 ആനുവൽ പ്ലാൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം 1966 to 69. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഇത് എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായി. നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് തുടർന്ന് 66 കഴിഞ്ഞ് പിന്നെ അടുത്ത ഫോർത്ത് 5 ഇയർ പ്ലാനൊക്കെ വരണം. പക്ഷേ അതിനൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യത, നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം യുദ്ധത്തിൽ, അല്ലേ?
ആയിപ്പോയി, യുദ്ധഭൂമിയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്താണ് പിന്നീട് 5 ഇയർ പ്ലാൻസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഗവൺമെൻറ് ഡിസൈഡ് ടു ഗവൺമെൻറ് പോസ് ചെയ്യാൻ അല്ലേ, കുറച്ച് കാലത്തേക്ക് അതൊന്ന് നിർത്തി വയ്ക്കാൻ തീരുമാനിച്ചു 5 ഇയർ പ്ലാൻസ്. റെഗുലർ 5 ഇയർ പ്ലാനിങ് പ്രോസസ് അല്ലേ, സ്ഥിരമായിട്ടുള്ള നമ്മുടെ 5 ഇയർ പ്ലാനിങ് പ്രോസസ്സ് ഒന്ന് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു ഗവൺമെൻറ്? വെറുതെ ഇരുന്നില്ല. ആൻഡ് ഇൻസ്റ്റഡ് ഇംപ്ലിമെന്റ് 3 ആനുവൽ പ്ലാൻസ്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കുറച്ച് കാലത്തേക്ക് 5 ഇയർ പ്ലാൻസ് വേണ്ട, പക്ഷേ എങ്കിലും ആനുവൽ പ്ലാൻസ്, വാർഷിക പദ്ധതികളായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. എന്ന് മുതൽ എന്ന് വരെയാണ്? ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം 1966 to 69, 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിൽ ആനുവൽ പ്ലാൻസ് ആയിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. വാർഷിക പദ്ധതികളായിട്ട്, 5 ഇയർ പ്ലാൻസ് ആയിട്ടല്ല, പിന്നീട് വാർഷിക പദ്ധതികളായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. എന്ന് മുതൽ എന്ന് വരെയാണ്? 1966 to 69, 66 മുതൽ 69 വരെയുള്ള പീരീഡിൽ. Therefore, this period is called Plan Holiday. അപ്പോൾ ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാൻ ഹോളിഡേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്ലാൻ ഹോളിഡേ പീരീഡ് എന്ന് മുതൽ എന്ന് വരെയാണ്? 1966 to 69. ഈ കാലഘട്ടത്തിൽ 5 ഇയർ പ്ലാൻസിന് നമ്മൾ റെഗുലർ 5 ഇയർ പ്ലാൻസ് നമ്മൾ പോസ് ചെയ്ത് വെച്ചു. അതിന് കാരണം എന്താണ്? ആ സമയത്തെ എക്സ്റ്റേണൽ അഗ്രഷൻ, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇതുകൊണ്ടാണ്. ഇതിന് ഈ കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടും. പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലായല്ലോ? അതിൻ്റെ കാരണം മനസ്സിലായല്ലോ? ഓക്കെ.